വഖഫ് എന്ന് പറയുന്ന വിഷയം വളരെയധികം ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രോഗ്രാമിൽ വഖഫിൻ്റെ ഓൺലൈൻ ഡാറ്റാബേസ്, അതായത് വാംസി എന്ന് പറയുന്ന വഖഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന ഓൺലൈൻ ഡാറ്റാബേസ് എല്ലാവരിലേക്കും തുറന്നു കാണിച്ചു. അത് ഒത്തിരി പേര് അത് ഏറ്റെടുക്കുകയും അതിനെ സംബന്ധിച്ച് വീഡിയോകൾ ചെയ്യുകയും ചെയ്തു. മറുനാടൻ മലയാളി അടക്കം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടില്ലാത്തവർ വാംസി, വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന വാംസി WAMSI എന്ന വെബ്സൈറ്റിൽ എല്ലാവരും കയറി നിങ്ങളുടെ വീട് വഖഫാണ് അല്ലയോ എന്ന് പരിശോധിക്കുക. അത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പരിശോധിക്കുക. അതെന്തുകൊണ്ട് അത് പരിശോധിക്കണം എന്നുള്ളതിന്റെ ആവശ്യകതയും കൂടിയാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ എടുക്കുന്നത്. വഖഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുഹമ്മദിന്റെ കാലം മുതലുണ്ട് എന്നാണ് ഇസ്ലാമിക ലോകം അവകാശപ്പെടുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ വഖഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ വഖഫ് എന്ന് പറയുന്ന ഒരു മതനിയമത്തെ, ഒരു ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ, ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ ഇന്ത്യയിലുള്ള എല്ലാ മതവിശ്വാസികൾക്കും ബാധകമാക്കി മാറ്റിയത്. അതായത് ഇന്ത്യയിലെ ഹൈന്ദവര്, ജൈനമതക്കാര്, സിഖ് മതക്കാര്, ക്രിസ്ത്യാനികള്, അതല്ല മതമില്ലാത്ത നിരീശ്വരവാദികള്, അങ്ങനെയുള്ള അഗ്നോസ്റ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള മതനിരാസ വിശ്വാസികളും അവിശ്വാസികളുമായ എല്ലാ ജനങ്ങളെയും ഇസ്ലാമിക നിയമത്തിന്റെ കീഴിൽ ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ വഖഫ് എന്ന ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ ഇന്ത്യയുടെ പാർലമെന്റ് അംഗീകരിച്ചൊരു നിയമമാക്കി മാറ്റിയത് കോൺഗ്രസ് ഗവൺമെന്റാണ്. 1995 ആദ്യത്തെ നിയമം കൊണ്ടുവന്നു. 2013 അതിന്റെ ഒരു അമെൻഡ്മെന്റും വന്നു. ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. അപ്പൊ ഈ കൊണ്ടുവന്ന നിയമം മാറ്റുന്നതിന് വേണ്ടി പുതിയ മതഭീകരരായ BJP ഗവൺമെന്റ് ഈ വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് മുന്നും പിന്നും നോക്കാതെ നഖശിഖാന്തം എതിർക്കുകയാണ് കോൺഗ്രസിന്റെ MP-മാരും MLA-മാരും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാരും MLA-മാരും എല്ലാം അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് ചെയ്തത്. അതായത് നമ്മളുടെ ഇന്ത്യയിലെ ഇസ്ലാം ഇതര മതസ്ഥരെ ഇസ്ലാമിക ശരീഅത്ത് നിയമമായ വഖഫ് നിയമത്തിന്റെ അധീനയിൽ ആക്കുന്ന നമ്മുടെ കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് 2 ഘട്ടമായി കൊണ്ടുവന്ന ഇന്ത്യൻ വഖഫ് ആക്ട് 1995 വഖഫ് ആക്ട്, അതിന്റെ പിന്നീടുള്ള ഭേദഗതി അടക്കം അതിനെ ദുർബലമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഭരണഘടനയോട് കുറെ കൂടെ അനുയോജിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ഭരണഘടനാപരമായ അവകാശം ഇസ്ലാം മത നിയമം ലംഘിക്കുന്നതിനെ തടയുന്നതിന് വേണ്ടി വഖഫ് ആക്ടിനെ ഒന്ന് അമെൻഡ് ചെയ്യാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ നമ്മുടെ KC വേണുഗോപാൽ MP-ക്ക്, കേരളത്തിലെ എല്ലാ മതവിഭാഗക്കാരുടെയും വോട്ട് കൊണ്ട് ജയിച്ചു കയറിയ KC വേണുഗോപാൽ MP-ക്ക്, മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം സ്വന്തം വോട്ട് കൊണ്ടോ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടോ മാത്രം ജയിച്ച ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യത ഒരു മുസ്ലിമിനോടോ ശരീഅത്ത് നിയമത്തോടോ അല്ല. കാര്യം അദ്ദേഹം സൗദി അറേബ്യയിലെയോ പാകിസ്ഥാനിലെയോ MP അല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ MP-യാണ്. അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ കൂറ് ഇന്ത്യ മഹാരാജ്യത്തോടാണ്, ഇന്ത്യയിലെ വോട്ടേഴ്സായ ജനങ്ങളോടാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വഖഫ് ബില്ലിനെ, അതായത് വഖഫ് അമെൻഡ്മെന്റ് ബില്ലിനെ എതിർത്തുകൊണ്ട് നമ്മുടെ പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഇന്നത്തെ വിഷയത്തിന്റെ ആധാരമായിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച, അതായത് BJP ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ നിർദ്ദയമായ വഖഫ് നിയമം സംബന്ധിച്ച് തടസ്സം ഉന്നയിക്കാൻ എന്നെ അനുവദിച്ചതിന് നന്ദി. ഇത് അടിസ്ഥാനപരമായ ഭരണഘടനയോടുള്ള ഒരു ആക്രമണമാണ്. വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയോടുള്ള ഒരു ആക്രമണമാണെന്നാണ് നമ്മുടെ KC വേണുഗോപാൽജി പറയുന്നത്. Talking about the constitutions, this bill is a fundamental attack on constitution. നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല്, BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയെ ഉള്ള ഒരു ആക്രമണമാണ്. As per the provision, clearly, composition of the Central Waqf Council, basically, the Central Waqf, where the Waqf property is coming, sir, that is coming from the donations of the believers, those who are believe in the God, and those who are believe that they are giving the waqf
donations. ഈ വഖഫ് പ്രോപ്പർട്ടികൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഇസ്ലാം മതവിശ്വാസികൾ, അള്ളാഹിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ കൊടുക്കുന്ന ഡൊണേഷൻസ് ആണ്. ഇസ്ലാം മതവിശ്വാസികൾ ദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ വഖഫ് എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ പാർലമെന്റിൽ ശ്രീമാൻ വേണുഗോപാൽ ജി അവിടെ MP അവിടെ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതിന്റെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോയിന്റാണ് വഖഫ് എന്ന് പറയുന്നത് ഈ മറ്റ് മതവിശ്വാസികളുടെ സ്വത്തുകളല്ല. വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ ഇസ്ലാം മതത്തിന് ദാനം കൊടുക്കുന്ന വസ്തുവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ തൊട്ട അയൽവക്കത്തെ തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറ എന്ന് പറയുന്ന വില്ലേജിന്റെ കാര്യം, ഒരു ഗ്രാമത്തിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിലും പറഞ്ഞതാണ്. ആ ഗ്രാമം എന്നാണ് മുസ്ലിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ വകയായത്? മുസ്ലിങ്ങൾ ദാനം കൊടുത്തത് മാത്രമാണ് വഖഫ് എങ്കിൽ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ ഉള്ള 1500, മുഹമ്മദ് ജനിച്ചിട്ട് എത്ര വർഷമായി? മുഹമ്മദ് ജനിച്ചിട്ട് 1400 വർഷമല്ലേ ആയിട്ടുള്ളൂ. മുഹമ്മദ് AD 570 ജനിച്ച ഒരാളാണ്. ഇത് 2000 ആയിട്ടുള്ളൂ. 1500 വർഷം കഷ്ടിയാവുന്നുള്ളൂ. മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ ഉള്ള ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പണി കഴിക്കപ്പെട്ട ക്ഷേത്രമടങ്ങുന്ന തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഗ്രാമം മുഴുവനായി, ഇൻക്ലൂഡിംഗ് ദ ടെമ്പിൾ, ആ അമ്പലമടക്കം ആ ക്ഷേത്രമടക്കുന്ന തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഏക്കർ കണക്ക് ഭൂമി വരുന്ന ഒരു ഗ്രാമം മുഴുവൻ ഒരു മുസ്ലിം എങ്ങനെയാണ് ദാനമായി കൊടുക്കുന്നത്? ഒരു ക്ഷേത്രത്തെ എങ്ങനെ ഒരു മുസ്ലിമിന് ദാനമായി കൊടുക്കാൻ സാധിക്കും? വഖഫായിട്ട് ദാനം ചെയ്യാൻ എങ്ങനെ സാധിക്കും? താങ്കൾ ഏത് അടിസ്ഥാനത്തിലാണ് വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ദാനം കൊടുത്ത വസ്തുവാണെന്നും പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? നമ്മുടെ മുനമ്പം പോലും ഒന്ന് എടുത്തു നോക്ക്. ആരുടെ വസ്തുവാ? തിരുവിതാംകൂർ മഹാരാജാവിന്റെ വസ്തു പാട്ടത്തിനെടുത്തൊരു മുസ്ലിം ആർക്കോ കള്ളയാധാരം എഴുതി, തീരാധാരം, കാര്യം അതിന്റെ ഒറിജിനൽ ആധാരം ഇന്ന് വരെ പുറം ലോകം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആധാരം ഉള്ളതായിട്ട് ആർക്കും അറിയത്തില്ല. തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് കൊടുത്താണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ കേൾക്കുന്നത് ഏതോ ഒരുത്തനത് വഖഫ് കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. പാട്ടത്തിനെടുത്ത വസ്തു എങ്ങനെ വഖഫ് വസ്തുവാകും? അതെങ്ങനെ ഒരാളുടെ സ്വന്തം വസ്തുവാകും? അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് തന്നെ ശുദ്ധ അസംബന്ധമാണ്. തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് വഖഫായി ദാനം കൊടുത്ത വസ്തുവാക്കി മാറ്റിയെന്ന് ഇദ്ദേഹം ഒന്ന് വിശദീകരിക്കണം. അപ്പോ മുസ്ലിങ്ങൾ ദാനം കൊടുക്കുന്ന വസ്തുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങൾ ദാനം കൊടുക്കേ, എന്തെങ്കിലും കൊടുക്കേ, വഖഫാക്കേ, ഉന്തവാക്കേ, കൊടച്ചക്രവാക്കേ, ഹൂ കേസ്? അത് അവരുടെ മതത്തിന്റെ കാര്യം, നമ്മൾ ഇതിന്റെ കാര്യമില്ല. പക്ഷേ അന്യമതക്കാരുടെ ഭൂമി കൈവശപ്പെടുത്താൻ വേണ്ടി ഈ വഖഫ് ബോർഡ് വരുമ്പോഴാണ് അത് ശരീഅത്ത് നിയമത്തിന്റെ അധീനതയിലാക്കാൻ വേണ്ടി അന്യമതക്കാരെ ശരീഅത്ത് നിയമത്തിന്റെ അധീനതയിലാക്കുന്ന ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഈ ശ്രീ വേണുഗോപാൽ ഇവിടെ വാദിക്കുന്നത് പച്ചക്കള്ളമാണ്. ദാനം കൊടുക്കുന്ന വസ്തുക്കൾ മാത്രമല്ല വഖഫ്. തിരുചെന്തുറ എന്ന് പറയുന്ന ഗ്രാമത്തെ മുഴുവൻ വഖഫാക്കുന്നതിന് എന്ത് രേഖയാ ഇന്നുവരെ കാണിച്ചിട്ടുള്ളത്? അത് ആര് ദാനം കൊടുത്താന്നാ പറയുന്നത്? ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ ഈദ്ഗാ മൈതാൻ ആരാർക്ക് ദാനം കൊടുത്തു? ഒത്തിരി കാലമായിട്ട്, അല്ലെ ഒത്തിരി വർഷങ്ങളായിട്ട് മുസ്ലിങ്ങൾ അവിടെ ഈദിന് നിസ്കരിക്കുന്നുണ്ട്. അല്ലാതെ ആർക്ക് ദാനം കൊടുത്ത വസ്തുവാണ് ഈദ്ഗാ മൈതാൻ? അത് മൈസൂർ രാജവംശത്തിന്റെയാ. മൈസൂർ രാജവംശത്തിന്റെ കാലം കഴിഞ്ഞ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിക്കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യ ഗവൺമെന്റിന്റെയാ. അവിടെ മുസ്ലിങ്ങളെ നിസ്കരിക്കാൻ അനുവദിച്ചു എന്നതിന്റെ കാരണം പറഞ്ഞ് ഇപ്പൊ അതാരുടെയാണെന്നാ പറയുന്നത്? അത് വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞ് അവിടെ മറ്റു മതക്കാരുടെ ആചാരങ്ങളൊന്നും പാടില്ല എന്ന് വാദിച്ചു. ഹിന്ദുക്കൾ ഒരിക്കലും അവിടെ ഈദ് നമസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ആ ഹിന്ദുക്കൾ മതഭീകരരായി. നിങ്ങൾ ഈദ് നമസ്കരിച്ചോ, ഞങ്ങൾക്ക് ഗണേശ പൂജ ചെയ്യാനുള്ള അവസരം കൂടെ തരണമെന്ന് പറഞ്ഞ ഹിന്ദുക്കളെ മതഭീകരര്, ഞങ്ങൾ ഈദ് നമസ്കരിക്കും, ഞങ്ങളുടെ മതത്തിന് ചടങ്ങ് മാത്രമേ ഇവിടെ പാടുള്ളൂ, ഇവിടെ ഗണേശ പൂജ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മുസ്ലിങ്ങളും മതേതരരും. ഇതാണ് കോൺഗ്രസിന്റെ മതേതറ കാഴ്ചപ്പാട്. മതേതരയല്ല, മതേതറ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഈദ്ഗാഹ് മൈതാൻ ആർക്ക് ദാനം കൊടുത്തു? മൈസൂർ രാജാവ് ഇവർക്ക് ദാനം കൊടുത്തോ? മൈസൂർ രാജാവിന്റെ സ്വത്ത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെയാ, അതായത് കർണാടക ഗവൺമെന്റിന്റെയാ. ആ വസ്തു ഇവർ നിസ്കരിച്ചു എന്ന കാരണം കൊണ്ട് അവർക്ക് വേണം, അത് അവർ വഖഫാണ് എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന് ആരും ഇത് ദാനം കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഒത്തിരി കേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന വഖഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇദ്ദേഹം നുണയായിട്ട് ഇവിടെ പറയുന്ന പോലെ ആർക്കും ദാനം കൊടുത്തിട്ട് ഉണ്ടാകുന്ന പ്രസ്ഥാനമല്ല. ഇത് കൈവശപ്പെടുത്തുന്ന ചിലത് ദാനം കൊടുക്കുന്നുണ്ടാകട്ടില്ലെന്നല്ല പറയുന്നത്, ദാനം കൊടുക്കുന്ന വസ്തുക്കളുണ്ടാവാം. അതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ യൂസഫ് അലി അദ്ദേഹത്തിന്റെ ഷോപ്പിംഗ് മാളുകളെല്ലാം വഖഫ് ബോർഡിന് കൊടുത്തു. ഹൂ കേസ്? അദ്ദേഹത്തിന്റെ സ്വത്ത് അദ്ദേഹം വഖഫിനോ വഖഫ് അല്ലാത്തതിനോ എന്തിനോടെങ്കിലും കൊടുത്തോട്ടെ, നമുക്കതിരേണ്ട കാര്യമില്ല. പക്ഷേ സാധാരണക്കാരായ തിരുച്ചെന്തുറയിലെ ജനങ്ങളുടെയും തളിപ്പറമ്പിലെ ജനങ്ങളുടെയും മുനമ്പത്തെ ജനങ്ങളുടെയും ചെല്ലാനത്തെ ജനങ്ങളുടെയും ഈ എന്തിനേറെ പറയുന്നു നമ്മുടെ പാർലമെന്റ് മന്ദിരം വരെ വഖഫ് ആദായകുമാർ പറഞ്ഞുണ്ടാക്കുന്നത്.
ഈ KC ഘോരഘോരം വാദിക്കുന്ന പാർലമെന്റ് മന്ത്രി ഇരിക്കുന്ന സ്ഥലം വഖഫ എന്ന് പറഞ്ഞ് വാദിക്കുന്ന മുസ്ലിങ്ങളാണെന്ന് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇത്രത്തോളം നുണയായിട്ടാണ് കോൺഗ്രസ്സുകാർ ഇതിനെ പാർലമെന്റിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം തുറന്നു കേൾക്കാം. That is coming from the donations of the believers. Those who believe in the God and those who be that they are giving the Waqf donations. Now, Article 26 is very clear, sir. Freedom to manage religious affairs, subject to public order, morality and health. Every religious denomination of any section thereof shall have the right to establish and maintain institutions for religious and charitable purposes. To manage his own affairs in matters of religion. To own and acquire movable and immovable property. And to administer such property in accordance with the law. This is Article 26 of the Constitution. ഇവിടെ ആർട്ടിക്കിൾ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 എടുത്ത് അദ്ദേഹം വാദിക്കുകയാണ്. എല്ലാ മതക്കാർക്കും അവരവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനും അതനുസരിച്ചിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാ മതക്കാർക്കും അവകാശമുണ്ട്. അവകാശമില്ലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ആ ആർട്ടിക്കിൾ 26 വായിച്ചപ്പോൾ താങ്കൾ വായിച്ചൊരു കാര്യം താങ്കൾ ശ്രദ്ധിക്കാതെ വിട്ടു. ആർട്ടിക്കിൾ 26ന്റെ തുടക്കം മുതലൊന്ന് വായിച്ചാൽ താങ്കൾ അത് ശ്രദ്ധിക്കാതെ വിട്ടു. എന്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. ഭരണഘടന തരുന്ന ഏതൊരു അവകാശത്തിനും ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്, ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. ആ അവകാശം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ പാലിച്ചേ മതിയാകൂ. മിസ്റ്റർ വേണുഗോപാൽ, താങ്കൾ തന്നെ വായിച്ചോളൂ, ഞാൻ വായിക്കുന്നില്ല. Freedom to manage religious affairs, subject to public order. സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ. നമ്മുടെ എല്ലാ ഫ്രീഡം ഓഫ് റിലീജിയസ് അഫയേഴ്സും ഈ സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ നമ്മുടെ പൊതു നിയമത്തിന് അനുസൃതമായിരിക്കണം, പബ്ലിക് ഓർഡറിന് അനുസൃതമായിരിക്കണം. ഓക്കെ, മൊറാലിറ്റിക്ക് അനുസൃതമായിരിക്കണം. Every religious denomination of any section. അപ്പോൾ ഈ റിലീജിയസ് ഫ്രീഡം ആർട്ടിക്കിൾ 26 നമ്മൾക്ക് തരുന്ന, ഇന്ത്യൻ പൗരന്മാർക്ക് തരുന്ന ഈ ഭരണഘടനാപരമായ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പബ്ലിക് ഓർഡറിന് അനുസൃതമായിരിക്കണം. അതായത് ഒരു പൊതു നിയമത്തിന്റെ അടിയിലായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം. അല്ലാതെ തോന്നിയവന് തോന്നണ പോലെ ചെയ്യാന്നല്ല. ഇനി 2, അത് ധാർമ്മികതയ്ക്ക് അനുസൃതമായിട്ടായിരിക്കണം. അല്ലാത്ത കാര്യങ്ങൾക്ക് മതസ്വാതന്ത്ര്യം അവകാശപ്പെടാൻ പറ്റത്തില്ല. ഇപ്പൊ മുഹമ്മദ് 55 വയസ്സുള്ളപ്പോ 5 വയസ്സും 7 മാസം പ്രായമുള്ള ആയിഷയെ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ പ്രവാചകന്റെ സുന്നത്താണ് ശരീഅത്ത് നിയമം. ശരിയല്ലേ? പ്രവാചക സുന്നത്താണ് ശരീഅത്ത് നിയമം. പ്രവാചക ചര്യ, പ്രവാചകൻ എന്ത് ചെയ്തു, പ്രവാചകൻ എങ്ങോട്ട് തിരിഞ്ഞാണ് അപ്പിയിട്ടത്, പ്രവാചകൻ എങ്ങോട്ട് തിരിഞ്ഞാണ് അറ്റം മുറിച്ചത്, ഇതൊക്കെ എങ്ങനെയാണ് പ്രവാചകൻ താടി കളറാക്കിയത്, ഇതൊക്കെയാണ് ഇവരുടെ പ്രവാചക ചര്യ. ദ സുന്ന ഓഫ് ദ പ്രൊഫറ്റ്. സുനയല്ല, സുന്ന ഓഫ് ദ പ്രൊഫറ്റ്. ഈ പ്രവാചക ചര്യയാണ് 55 വയസ്സുള്ള കിളവൻ വെറും 5 വയസ്സും 7 മാസവും പ്രായമുള്ള ഒരു ശിശുവിനെ, ഒരു കുട്ടിയെ, നഴ്സറി കൊച്ചിനെ കല്യാണം കഴിക്കുകയും സ്ത്രീധനം കൊടുക്കാത്തതുകൊണ്ട് ആ കൊച്ച് 9 വയസ്സ് വരെ രക്ഷപ്പെട്ടു. ആ സ്ത്രീധനം കൊടുക്കണവരെ അദ്ദേഹം വെയിറ്റ് ചെയ്തു, സദക്ക കൊടുക്കണവരെ വെയിറ്റ് ചെയ്ത്. കുറച്ച് സ്വർണം അമ്മായച്ചൻ സദക്ക കൊടുത്തപ്പോൾ അന്ന് തന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി 9-ാം വയസ്സുള്ള ആ കുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇത് സുന്നത്താണ്, പ്രവാചകചര്യയാണ്, ഇത് ശരീഅത്ത് നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ പ്രാവർത്തിയാക്കണം. ഞങ്ങളുടെ മതസ്വാതന്ത്ര്യമാണ്, ഞങ്ങൾക്ക് പ്രവാചകനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോക്സോ കേസ് എടുത്ത്, പോക്സോ കേസ് എടുത്ത് അകത്തിടും. ശരിയല്ലേ? ഏത് പ്രവാചകൻ വന്നിട്ട് ചെയ്താലും, മുഹമ്മദ് ഇന്ത്യ വന്ന് ചെയ്താലും അകത്ത് കിടക്കും. അപ്പോ ധാർമ്മികതയുടെ അടിയിലാണ് മതസ്വാതന്ത്ര്യം. പൊതു നിയമത്തിന്റെ, പബ്ലിക് ഓർഡറിന്റെ അടിയിലാണ് മതസ്വാതന്ത്ര്യം. അപ്പൊ അതും വഖഫുമായിട്ട് എന്താ ബന്ധം? വഖഫ് എന്ന് പറയുന്ന വസ്തു എന്തിനു വേണ്ടിയാണ് വഖഫ് സ്വരുക്കൂട്ടുന്നത്? മുസ്ലിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് വഖഫ് ഉപയോഗിക്കുന്നത്? മുസ്ലിങ്ങൾ വഖഫ് ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ആവശ്യം ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഭീകരപ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. കാഫറുകളുടെ കഴുത്തറക്കുന്ന വാളുകൊണ്ടുള്ള ജിഹാദ് ചെയ്യുന്നതിനാണ് മുസ്ലിങ്ങള് ഈ വഖഫ് സ്വത്ത് സ്വരുക്കൂട്ടുന്നതെന്ന് സഹീഹൽ ബുഖാരി ബുക്ക് നമ്പർ 55 ഹദീസ് നമ്പർ 35 സുന്നത്തിന്റെ ഭാഗമാണ്, ശരീഅത്തിന്റെ ഭാഗമാണ്, സഹീഹായ ഹദീസാണ്. സഹീഹൽ ബുഖാരി ഇമാമിന്റെ 2772 ഹദീസ്, 55 ബുക്കിലെ 35 ഹദീസ്. എന്താ പറയുന്നേ? ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വഖഫ് സ്വരുക്കൂട്ടുന്നതെന്ന്.
ഇവിടെ ഉമർ ഉമർ മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് പറയുന്നതായിട്ടുള്ള ഒരു ഹദീസാണ്. ഉമർ ഗേവ് ദ ലാൻഡ് ഇൻ വഖഫായിട്ട് ഉമർ സ്ഥലം ദാനം ചെയ്തു. ചില ചില ഉപാധികളോടെയാണ് വഖഫായിട്ട് ഉമർ സ്ഥലം ദാനം ചെയ്തത്. എന്തൊക്കെയാണ് ഉപാധി? അതൊരിക്കലും വിൽക്കരുത്, അതൊരിക്കലും വാങ്ങരുത്, അതൊരിക്കലും അനന്തരാവകാശമായിട്ട് കൊടുക്കരുത്, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവരായിട്ട് വഖഫ് ബോർഡ് ഇന്ന് വരെ അമുസ്ലിങ്ങൾക്ക് ഒരു ദാനവും കൊടുത്തിട്ടില്ല. മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. പിന്നെ ജിഹാദ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. ഈ ജിഹാദ് ചെയ്യാൻ വേണ്ടി സ്വരുക്കൂട്ടുന്ന വഖഫ് എങ്ങനെയാണ് ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള ധാർമ്മികതയ്ക്കും പബ്ലിക് ഓർഡറിനും അനുസൃതമാകുന്നത്? അപ്പൊ ശ്രീമാൻ വേണുഗോപാൽജി, താങ്കൾക്ക് അറിയില്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിച്ചു നോക്ക്. സഹീൽ ബുഖാരിയിലെ 2772 ഹദീസിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളും വിശ്വസിക്കുന്ന പ്രവാചക സുന്നത്തിൽ, പ്രവാചകന്റെ ഏരിയയിൽ, ശരീഅത്ത് നിയമത്തിൽ വഖഫ് സ്വത്ത് സ്വരുക്കൂട്ടുന്നത് ജിഹാദ് ചെയ്യാൻ വേണ്ടി എന്ന പച്ചക്ക് വെണ്ടക്കക്ഷരത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ ആ ജിഹാദ് ചെയ്യുന്നതിനുള്ള അവകാശം, അതിനുള്ള സ്വത്ത് എങ്ങനെയാണ് ആർട്ടിക്കിൾ 26ന്റെ പബ്ലിക് ഓർഡറിനകത്ത് വരുന്നത്, പൊതു നിയമത്തിനകത്ത് വരുന്നത്? അതൊരിക്കലും അങ്ങനെ വരില്ലല്ലോ പൊന്നു വേണുഗോപാൽജി. അപ്പോ ജിഹാദിന് കൊടപിടിക്കുകയാണ്, ജിഹാദിന് വേണ്ടിയുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ശ്രീമാൻ വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പൊ ചെയ്യുന്നത്. സങ്കടമുണ്ട്. കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞേ. സങ്കടമുണ്ട് വേണുഗോപാലെ. താങ്കളെയൊക്കെ പോലുള്ള ആളുകൾ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ അധീനതയിൽ നിന്നുകൊണ്ട് ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടി സ്വത്ത് സ്വരുക്കൂട്ടുന്ന ഈ വഖഫ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നതിനുള്ള സങ്കടമുണ്ട്. അപ്പോ ധാർമ്മികത, ആരോഗ്യം, പൊതുനിയമം, ഇതിനകത്ത് എല്ലാം ഉൾക്കൊള്ളുന്ന, ഇതിനോട് അനുസൃതമായി വരുന്ന മതസ്വാതന്ത്ര്യത്തിന് ആർട്ടിക്കിൾ 26 അനുമതി തരുന്നുള്ളൂ ശ്രീമാൻ വേണുഗോപാൽജി. അപ്പൊ താങ്കളുടെ ആ പരിപാടി നടപ്പിലായാൽ ഇനി താങ്കൾ പറയുന്നു വഖഫ് നിയമം ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള ഒരു മതസ്വാതന്ത്ര്യ നിയമമാണെങ്കിൽ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വഖഫ് ബോർഡിന്റെ അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കാൻ താങ്കൾ തയ്യാറാകുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് താങ്കൾ ഈ വഖഫ് ബോർഡിന്റെ അവകാശം കൊടുക്കാൻ തയ്യാറാകുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് താങ്കൾ ഈ വഖഫ് ബോർഡിനുള്ള ആർട്ടിക്കിൾ 26 പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുത്ത ഈ അവകാശങ്ങൾ, അതായത് ഏത് സ്വത്ത് വേണമെങ്കിലും വഖഫായിട്ട് പ്രഖ്യാപിക്കാം, അത് വഖഫായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമമായിരിക്കും, അപ്പോൾ തന്നെ അത് വഖഫായി മാറി, പിന്നെ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു റിട്ട് ഹർജി കൊടുക്കാം, ഇതൊന്ന് പ്രൊസീജിയേഴ്സ് പിന്തുടർന്നോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഒരു റിട്ട് ഹർജി കൊടുക്കാം. അതല്ലാതെ അപ്പീൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. പരാതി ഉണ്ടെങ്കിൽ വഖഫിന്റെ തന്നെ ട്രിബ്യൂണലിൽ മത കോടതി എന്നേ പറയുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ശരീഅത്ത് നിയമവിദഗ്ധരാണ് അതിനകത്തുള്ളത്. ഒരു സുപ്രീം കോടതി, ഒരു സിവിൽ ജഡ്ജിയും ഒരു ADM-ഉം പിന്നെ ശരീഅത്ത് നിയമവിദഗ്ധനും. ഇന്ത്യയിലെ അന്യമതസ്ഥരുടെ കാര്യം തീരുമാനമാക്കുന്ന ട്രിബ്യൂണലിൽ ശരീഅത്ത് നിയമവിദഗ്ധൻ ഇരിക്കണമെങ്കിൽ കാനോൻ നിയമവിദഗ്ധനും ഒരു വേദ നിയമവിദഗ്ധനും സനാതന ധർമ്മ വിദഗ്ധനെയും കൂടെ ഇരുത്തണ്ടേ? എന്നാലല്ലേ മറ്റു മതങ്ങളുടെ കാര്യം അറിയത്തുള്ളൂ. ഇസ്ലാം മതത്തിന്റെ നിയമം അനുസരിച്ച് ബാക്കിയുള്ള എല്ലാവരും ജീവിക്കണോ? അപ്പോൾ ശരീഅത്ത് കോടതി എന്ന് ഞാൻ വിളിക്കാൻ പറ്റത്തുള്ളൂ. ശരീഅത്ത് നിയമവിദഗ്ധനെ കോടതിയാക്കുന്ന പ്രസ്ഥാനമാണ് ഈ പറയുന്ന ട്രിബ്യൂണൽ എന്ന് പറയേണ്ടി വരും. അപ്പൊ അത്തരത്തിലൊരു ട്രിബ്യൂണലും അത്തരത്തിൽ ഏത് സ്വത്തും ദേവസ്വമാക്കാനുള്ള അവകാശവും അടങ്ങുന്ന വഖഫ് ബോർഡിനുള്ള സെയിം റൈറ്റ്സ് വെച്ചിട്ട് ഈ ആർട്ടിക്കിൾ 26 വെച്ചിട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കാൻ താങ്കൾ തയ്യാറാവൂ? തയ്യാറായാലേ എന്റെ വേണുഗോപാൽജി ഇരിക്കണ വീടും പറമ്പും അടക്കം എഴുതി കൊടുക്കേണ്ടി വരും. അറിയണോ എങ്ങനെയാന്ന്? ഞാൻ പറഞ്ഞു തരാം. ഈ വീടും പറമ്പും അടക്കം എഴുതി കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ചരിത്രം എല്ലാം വിശദീകരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് പല പുസ്തകങ്ങളിനകത്തും ഉള്ള കാര്യം, കേരള ചരിത്രത്തിന്റെ മിക്കവാറും പുസ്തകങ്ങളിനകത്ത് ഉള്ള കാര്യമാണ്. ഞാൻ പെട്ടെന്ന് എവിഡൻസ് കാണിക്കാൻ വേണ്ടി ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ ഡിസംബർ 1749, ഡിസംബർ മാസം 1749 വർഷം, he took the major step of dedicating his kingdom to Sri Padmanabha. ഈ തിരുവിതാംകൂർ മഹാരാജാവ് 1749 ആണ്ട് ഡിസംബർ മാസം അദ്ദേഹത്തിന്റെ തിരുവിതാംകൂർ മഹാരാജ്യം മുഴുവൻ 1749 തിരുവിതാംകൂർ മഹാരാജ്യം മുഴുവൻ എന്ത് ചെയ്തു? താൻ ഒരു പത്മനാഭദാസൻ എന്നുള്ള ടൈറ്റിൽ എടുത്തിട്ട്, പത്മനാഭദാസൻ, സെർവന്റ് ഓഫ് ദ പത്മനാഭ, മഹാവിഷ്ണുവിന്റെ ദാസൻ എന്ന ടൈറ്റിൽ എടുത്തിട്ട്
ആ തന്റെ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. സിൻസ് ദാറ്റ് ഡേ ട്രാവൻകൂർ ഡിഡ് നോട്ട് ബിലോങ് ടു എനി വൺ പേഴ്സൺ ഓഫ് ദ റോയൽ ഫാമിലി. ആ ദിവസം മുതൽ തിരുവിതാംകൂർ മഹാരാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ റോയൽ ഫാമിലിയുടെയോ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെയോ അല്ലാതായി മാറി. ബട്ട് ബിലോങ് ടു ദ ലോർഡ്, അതായത് പത്മനാഭന്റെ ആയി മാറി. പത്മനാഭന്റെ മണ്ണായി, അതായത് മഹാവിഷ്ണുവിന്റെ മണ്ണായി മാറി. അപ്പൊ 1749 തിരുവിതാംകൂർ മഹാരാജാവ് തന്റെ രാജ്യം മുഴുവൻ, ഒരു സെന്റ് സ്ഥലമല്ല, ഈ പറയുന്ന വേണുഗോപാലിന്റെ വീടിരിക്കുന്ന സ്ഥലമടക്കം പത്മനാഭന് സമർപ്പിച്ചു. ഈ വഖഫ് എന്ന് പറയുന്ന അള്ളാഹ്ക്ക് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ അള്ളാഹയാണ് പത്മനാഭൻ, മഹാവിഷ്ണു, ത്രിമൂർത്തികളിൽ ഒരാള്. അപ്പോ ഈ ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവിന് തിരുവിതാംകൂർ രാജ്യം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് താൻ പത്മനാഭന്റെ ദാസനായിട്ട് ചുമതലക്കാരൻ മാത്രമാണെന്ന് പ്രഖ്യാപിച്ചു 1749 ഡിസംബർ മാസം തിരുവിതാംകൂർ മഹാരാജാവ്. അക്കണക്കിനാണെങ്കിൽ താങ്കൾ പറയുന്ന ഈ ആർട്ടിക്കിൾ 26 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 മതസ്വാതന്ത്ര്യ പ്രകാരമാണ് വഖഫ് ആക്ട് താങ്കളൊക്കെ കൊണ്ടുവന്നതെങ്കിൽ, കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നതെങ്കിൽ, അതേ ആർട്ടിക്കിൾ പ്രകാരം വഖഫ് ആക്ടിന് സമാനമായ ഒരു ദേവസ്വം ആക്ട് എന്തേ കൊണ്ടുവരാത്തെ? അത് കൊണ്ടുവന്നാൽ ഈ തിരുവിതാംകൂർ മഹാരാജ്യം മുഴുവൻ, അതായത് ഇന്നത്തെ മുനമ്പം വഖഫ് പ്രോപ്പർട്ടി അടക്കം ഓൾറെഡി മഹാവിഷ്ണുവിന്റെ, പിന്നെ എങ്ങനെയാണ് അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നത്? ഈ പറയുന്ന വേണുഗോപാൽ വീടൊഴിഞ്ഞു കൊടുക്കുവോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഇനി അത് ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കുവോ? ദേവസ്വം ബോർഡ് വേണുഗോപാൽ നോട്ടീസ് തരികയാണ്, താങ്കൾ നാളെ മുതൽ വീട്ടിൽ താമസിക്കാൻ പാടില്ല, നാളെ മുതൽ ഇത് ദേവസ്വം മണ്ണാണ്. കാര്യം പത്മനാഭന് വൺസിന്റെ പത്മനാഭ മണ്ണ്, ഓൾവേസ് പത്മനാഭ മണ്ണ്. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. ഒരിക്കൽ വഖഫായാൽ എക്കാലവും വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമിക മതസ്വാതന്ത്ര്യം താങ്കൾ ഹിന്ദുക്കൾക്ക് എന്താ കൊടുക്കാത്തെ? അങ്ങനെയാണെങ്കിൽ താങ്കൾ അന്തസ്സോടെ വീട്ടിൽ നിന്നിറങ്ങി ആ മണ്ണ്, താങ്കളുടെ വീടിരിക്കുന്ന സ്ഥലവും പറമ്പും ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന് എഴുതി കൊടുത്തിട്ട് പറ, അതെ ഞാൻ എല്ലാ മതക്കാരെയും ബഹുമാനിക്കുന്നു, മുസ്ലിങ്ങൾക്ക് ആ വഖഫുള്ള പോലെ ദേവസ്വം ബില്ലും ഉണ്ട്, ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറ. എന്തേ പറ്റില്ലേ? അപ്പൊ ഇതും ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി കോൺഗ്രസ് കൊട പിടിച്ചതല്ലേ? അല്ലേ പിന്നെ എല്ലാ മതക്കാർക്കും വേണ്ടി ഇതുപോലുള്ള നിയമങ്ങൾ? അപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ വഖഫ് എന്ന് പറയുന്ന അള്ളാഹ്ക്ക് ആരെങ്കിലും സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ കണ്ടവന്റെ പാട്ടപ്പറമ്പല്ല തിരുവിതാംകൂർ രാജാവ് സമർപ്പിച്ച, തന്റെ കീഴിലുള്ള രാജ്യമാണ്, തന്റെ എൻറ്റയർ കൺട്രിയാണ്. തിരുവിതാംകൂർ എന്ന് പറയുന്ന ട്രാവൻകൂർ എന്ന് പറയുന്ന കൊച്ചിയുടെ തീരപ്രദേശം മുതൽ തിരുവിതാംകൂറും അങ്ങ് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ആ തിരുവിതാംകൂർ മഹാരാജ്യം മുഴുവൻ ഹൈന്ദവ ദേവനായ വിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ അള്ളാഹ്ക്ക് സമർപ്പിച്ചാൽ മാത്രമേ ഇത് വഖഫാകുമെങ്കിൽ വിഷ്ണുവിന് സമർപ്പിച്ച ഹിന്ദുക്കളുടെ വഖഫാ, ഹിന്ദുക്കളുടെ സ്വത്താന്നങ്ങ് പറഞ്ഞാൽ താങ്കൾ അടക്കമുള്ള ആളുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിവിട്ട് ഇറങ്ങി കൊടുക്കേണ്ടി വരും. അപ്പോൾ താങ്കൾ ഈ പറയുന്ന മതസ്വാതന്ത്ര്യമല്ല, മതപ്രീണനമാണ്. അല്ലെങ്കിൽ ഭരണഘടനയെ വ്യഭിചരിക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു മതക്കാർക്ക് വേണ്ടി മാത്രം തീരെഴുതി കൊടുക്കുന്ന, അന്യമതസ്ഥരുടെ സ്വത്തുക്കൾ തീരെഴുതി കൊടുക്കുന്ന ഈ വഖഫ് എന്ന് പറയുന്നത് ഭരണഘടനയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറയേണ്ടി വരും. ഇപ്പം മതസ്വാതന്ത്ര്യമല്ല നിങ്ങൾ നടത്തുന്നത്, മതപ്രീണനമാണ്. വോട്ടിന്, മുസ്ലിങ്ങളുടെ 4 വോട്ടിന് വേണ്ടി ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ മുന്നിട്ടിറങ്ങി വഖഫ് ഉണ്ടാക്കുമ്പോൾ, ജിഹാദ് നടത്താൻ സ്വത്ത് സ്വരുക്കൂട്ടുമ്പോൾ, എന്റെ വേണുഗോപാൽജി ഒന്ന് ഓർക്കണം, ഏത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും യു ആർ എ കാഫിർ ഫോർ ദം. നിങ്ങൾ അവർക്കൊരു കാഫിറാണ്. അതറിയണമെങ്കിൽ വേണുഗോപാൽജി ഒരു കോഴീനെ അറുത്തൊരു ബിരിയാണി ഉണ്ടാക്കി സാഹിബിനൊന്ന് കൊടുത്തു നോക്ക്, ആട്ടി ഇറക്കം ഇത് ഹറാമാന്ന് പറഞ്ഞ്, നിഷിദ്ധമാണെന്ന് പറഞ്ഞ്. എന്നാൽ അവരുണ്ടാക്കണ ഈ ചിക്കൻ ബിരിയാണി മാട്ട നിങ്ങൾ അടിക്കും. നിങ്ങൾ ഉണ്ടാക്കണ ഒരു ബിരിയാണി ഒരു കുഞ്ഞാലിക്കുട്ടിയും കഴിക്കൂല. കാര്യം അന്യമതസ്ഥൻ, ഒരു കാഫിർ അറുത്ത, വേണുഗോപാൽ അറുത്ത കോഴിയാണോ അത് അശുദ്ധമാണ്. ഒരു കുഞ്ഞാലിക്കുട്ടിയോ ഒരു നൗഷാദോ അറുത്താൽ മാത്രമേ കോഴിക്ക് ശുദ്ധത വരൂ. അതാണ് ഹലാല്. അറിയില്ലല്ലേ? അപ്പോ നിങ്ങളുടെ ഈ മതസ്നേഹവും മതസ്വാതന്ത്ര്യവും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് താങ്കൾ ഒരു കോഴി ചേർത്ത് ബിരിയാണി ഉണ്ടാക്കണവരേ ഉള്ളൂ. അതുവരെ ഉള്ളൂ ഈ മുസ്ലിങ്ങളുടെ മതേതരത്വവും മതസ്നേഹവും ഒക്കെ. അപ്പൊ അത്രയും നാള് വേണുഗോപാൽ ജി എന്ന് വിളിച്ച ആളുകള് വേണുഗോപാൽ 3G എന്ന് തിരിച്ചു വിളിക്കും താങ്കളെ. അപ്പോ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കഴുത്തിലേക്കുള്ള വാള് നിങ്ങൾ തന്നെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അവർക്ക് കൊടുക്കാൻ വേണ്ടി. എന്തിനാ? അവർക്കാകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഇവിടെ ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കുക. അല്ലെങ്കിൽ വേണുഗോപാലെ ഒന്ന് ആലോചിച്ച് നോക്കുക, ശ്രീമാൻ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ തങ്ങൾ സാഹിബ്, ഏത് തങ്ങളായാലും, തങ്ങൾ കുടുംബത്തിലെ ഏത് തങ്ങളായാലും, ഈ തങ്ങൾ സാഹിബൊക്കെ ഒരു ഫത്വ ഇറക്കുന്നത് ലോക്കൽ ഫത്വയാണ്. ഈ ഫത്വയുടെ എല്ലാത്തിനും ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് അങ്ങ് സൗദി അറേബ്യയിൽ. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി, നമ്മുടെ കാന്തപുരം ഉസ്താദല്ല ഇന്ത്യയിലെ, പകുതി മുസ്ലിങ്ങൾ അംഗീകരിക്കത്തില്ല അങ്ങേര്, അതുപോലെയല്ല. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ബാസ് അബ്ദുൽ ബാസ് ചെയർമാനായ ഒരു ഫത്വ കമ്മിറ്റി ഉണ്ട്. അവരിറക്കിയിട്ടുള്ള ഒരു ഫത്വ ഞാൻ പണ്ടെടുത്തൊന്ന് വായിച്ച ഡെമോക്രസി, ജനാധിപത്യം എന്നുള്ള ഒരു വിഷയത്തിനകത്ത് പച്ചക്ക് അതിനകത്ത് പറയുന്നത് എന്താ? ജനാധിപത്യം ഒരു ഷിർക്കാണ്. അതായത് ഒരു മുസ്ലിമിന് നരകത്തിൽ പോകാൻ വേണ്ടിയുള്ള ഏറ്റവും മുഖ്യമായ പാപമാണ് ഷിർക്ക്. ഒരു ഇസ്ലാം മതത്തിലെ ഏറ്റവും വലിയ പാപമാണ് ജനാധിപത്യം, ഒരു സിന്നാണ് അത്. മുസ്ലിങ്ങൾ ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ അത് ശരീഅത്ത് നിയമപ്രകാരമുള്ള ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയാണെങ്കിൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന്. അപ്പൊ UDF ഈ മുസ്ലിം ലീഗിനെയും കൂട്ടി ഈ ഇലക്ഷൻ നടത്തുമ്പോൾ എന്തുവാ ചെയ്യുന്നത്? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഉഡായിപ്പ് തന്ത്രമാണ് ഈ പറയുന്ന UDF നടത്തുന്നത് എന്നുള്ള കാര്യം പച്ച പകൽ പോലെ വ്യക്തമല്ല. അല്ലേ പിന്നെ തങ്ങൾ ഇസ്ലാം മതം വിട്ടു എന്ന് പറയണം, മുസ്ലിം ലീഗ് അമുസ്ലിം ലീഗായി എന്ന് പറയണം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പേര് മാറ്റി കാഫിർ ലീഗ് എന്ന് വല്ലതും ഇടേണ്ടി വരും. കാര്യം ഇത് ഇസ്ലാമിക മതശാസനയാണ്. താങ്കൾ ഇരിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിലിരുന്ന് നിങ്ങൾ MP-മാരെല്ലാം കൂടെ നിയമം പാസ്സാക്കണില്ലേ? ആ നിയമം പാസാക്കൽ പരിപാടിക്കെതിരെയുള്ള ഫത്വയായത്. കാര്യം ഇസ്ലാമിക മത നിയമപ്രകാരം, ഖുറാൻ പ്രകാരം നിയമനിർമ്മാണാധികാരം അള്ളാഹുവിന് മാത്രമാണ്, അല്ലാതെ KC വേണുഗോപാലിനോ ശ്രീമാൻ മോഡിജിക്കോ ഇല്ല, MP-മാർക്കില്ല. മനസ്സിലായോ? അപ്പോ ഇത്തരത്തിലുള്ള ഒരു ഡ്രക്കോണിയൻ ലോസ് ആണ് ഇസ്ലാം എന്ന് പറയുന്നത്. നിർദ്ദയമായ നിയമങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ മതരാഷ്ട്ര നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ആ മതരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടാക്കി അവർ പാകിസ്ഥാൻ ഉണ്ടാക്കി പോയതല്ലേ. പിന്നെയും ആ മതരാഷ്ട്ര നിയമങ്ങൾ ഈ മതേതര രാജ്യത്ത് കൊണ്ടുവന്ന് കുലുക്കി കുത്തണതിനകത്തെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അപ്പോ നമ്മുടെ വേണുഗോപാൽജി പറയേണ്ട ഉത്തരം, ഈ വേണുഗോപാൽജി പറയുന്ന മതസ്വാതന്ത്ര്യം, വഖഫ് ബോർഡിന് കൊടുക്കുന്ന ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്ത് വേണുഗോപാൽ അടങ്ങുന്ന ഈ തിരുവിതാംകൂർ രാജ്യം മുഴുവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആക്കി തിരുവിതാംകൂർ രാജ്യത്തിൽ താമസിക്കുന്ന സകല മുസ്ലിങ്ങളുടെയും സകല ക്രിസ്ത്യാനികളുടെയും ആധാരം റദ്ദ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ? ഇല്ലല്ലോ. പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം ഇവിടെ പ്രത്യേക നിയമം. അപ്പൊ അത് മതപ്രീണനമാണോ മതസ്വാതന്ത്ര്യമാണോ? ചിന്തിച്ചു നോക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ വേണുഗോപാൽജി ആഞ്ഞടിക്കുകയാണ്, നമുക്ക് കേട്ടു നോക്കാം. Bill, they are putting a proviso that non-Muslims also be the member of the governing council. Sir, to you, sir, I would like to ask a question to the government. We think about the Supreme Court constituted the board of Ayodhya. Whether anybody can think that a non-Hindu be the part of Ayodhya Mandir. We are believing in, sir, I told that. Guruvayur temple, there is a temple Devasam board. Anybody can believe that temple Devasam board can have non-Hindu? Sir, there was... അവിടെ വേണുഗോപാൽ അങ്ങ് ഘോരം വാദിക്കുകയാണ്, തൊണ്ടയിലെ വെള്ളം പറ്റിച്ച്. ഇത് കണ്ടില്ലേ, BJP ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നു. വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന നിയമം കൊണ്ടുവന്നു. കാര്യം ഇപ്പൊ വഖഫ് ബോർഡിനകത്ത് MP ഉണ്ടാവണം, MLA ഉണ്ടാവണം. പക്ഷെ അത് മുസ്ലിം MP ആയിരിക്കണം, മുസ്ലിം MLA ആയിരിക്കണം. ഭരണഘടന പ്രകാരം എങ്ങനെ ന്യായീകരിക്കുമെന്ന് എനിക്കറിയില്ല. മുസ്ലിം MP ആയിരിക്കണം, മുസ്ലിം MLA ആയിരിക്കണം. ഓക്കെ, BJP ഗവൺമെന്റാണ് MPയും MLA ആയാൽ മതി, അവർ മുസ്ലിം ആണോ നിർബന്ധമൊന്നുമില്ല എന്ന് BJP ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. അതാണ് ഇപ്പൊ കൊണ്ടുവരുന്ന പുതിയ അമെന്റ്മെന്റിലുള്ള ഒരു നിയമം. അതായത് വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളായ MP-മാരും MLA-മാരും പ്രൊഫഷണൽസും ഒക്കെ ഉണ്ടാവും, വക്കീലന്മാരും ഒക്കെ ഉണ്ടാവും. അവർ മുസ്ലിങ്ങളാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സുന്നികളിൽ നിന്നും ഈ ഷിയകളിൽ നിന്നും അതുപോലെ തന്നെ ബോറകളിൽ നിന്നും മറ്റ് ഇസ്ലാമിക വിഭാഗങ്ങളിൽ നിന്നൊക്കെ പ്രതിനിധികൾ ഉണ്ടാകും. ഒരു ശരീഅത്ത് ആളും ഉണ്ടാകും വഖഫ് ബോർഡിൽ, ട്രിബ്യൂണലല്ല വഖഫ് ബോർഡിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള MP-മാരും MLA-മാരും ഒക്കെ വഖഫ് ബോർഡിൽ ഉണ്ടാകും. അതാണ് ഇവർ കൊണ്ടുവന്ന നിയമം. അപ്പോൾ ഈ വേണുഗോപാൽ ചോദിക്കുകയാണ്, അയോധ്യയിലെ ക്ഷേത്ര കമ്മിറ്റിയിൽ അഹിന്ദുക്കളുണ്ടോ? ഗുരുവായൂരിലെ ക്ഷേത്ര കമ്മിറ്റിയിൽ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളുണ്ടോ?
എന്റെ പൊന്ന് വേണുഗോപാലെ, ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിക്കോ ഗുരുവായൂർ ദേവസ്വം ബോർഡിനോ അയോധ്യയിലെ ക്ഷേത്ര കമ്മിറ്റിക്കോ വേണുഗോപാലിന്റെ സ്ഥലം നാളെ മുതൽ ഞങ്ങളുടെയാണെന്ന് പറയാൻ അവകാശമുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും നിയമസാധുതയുണ്ടോ? ഇല്ല. എന്നാൽ വഖഫ് ബോർഡിന് നാളെ വേണുഗോപാലിന്റെ സ്ഥലം വഖഫിന്റെ ആണെന്ന് പറയാനുള്ള അവകാശമുണ്ടോ? 1995 ഈ കോൺഗ്രസ്സുകാർ കൊടുത്ത നിയമപ്രകാരം ഉണ്ട്. പിന്നെ അത് തെളിയിക്കേണ്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അത് വഖഫിന്റെയാ, അല്ലാതെ അത് തെളിയിക്കപ്പെടേണ്ട കാര്യമില്ല. വഖഫിന്റെ അല്ലാന്ന് തെളിയിക്കണമെങ്കിൽ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഈ വേണുഗോപാല് ഈ മുസ്ലിങ്ങൾ മാത്രം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മത നേതാക്കന്മാരുടെ കമ്മിറ്റിയുള്ള ഈ ട്രിബ്യൂണലിനകത്ത് ഒരു സിവിൽ ജഡ്ജിയും ഉണ്ട്, ഒരു ADM ഉണ്ട്, പിന്നെ ഇസ്ലാമിക മതപണ്ഡിതന്മാരും ഉണ്ട്. ആ ട്രിബ്യൂണലിനകത്ത് കേസ് കൊടുത്ത് ട്രിബ്യൂണലും വിധിക്കുക ഇത് വഖഫിന്റെ ആണെന്ന് വിധിച്ചാൽ ആ വിധി അന്തിമമാണ്. അതിന് അപ്പീലില്ല, അപ്പീൽ അധികാരമില്ല, ഹൈക്കോടതിക്കുമില്ല, സുപ്രീം കോടതിക്കുമില്ല. അത് പച്ചക്ക് ഈ നിയമത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പീൽ കൊടുക്കാൻ സാധിക്കില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഹൈക്കോടതിയിൽ നമുക്ക് ഒരു പരാതി കൊടുക്കാം, ഒരു റിട്ട് പരാതി പോലെ കൊടുക്കാം. ഇവര് പ്രൊസീഡിംഗ് ഒക്കെ കൃത്യമായിട്ടാണോ ചെയ്തത്, ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിരുന്നോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതിക്ക് ഒരു പരാതി കൊടുക്കുക. അതല്ലാതെ മറ്റ് സിവിൽ കോടതികളെ പോലെ അപ്പീൽ കൊടുത്ത് അത് ഒരു ഇഞ്ചക്ഷൻ വാങ്ങിക്കാനോ ഒരു തടസ്സ ഹർജി കൊടുക്കാനോ ഒരു അപ്പീലായിട്ട് കൊടുക്കാനോ പറ്റില്ല. അങ്ങനെ ഒരു അവകാശം അയോധ്യക്കുണ്ടോ? അതായത് അയോധ്യ ക്ഷേത്ര കമ്മിറ്റിക്കോ ഗുരുവായൂർ ക്ഷേത്രം കമ്മിറ്റിക്കോ മറ്റു മതസ്ഥരുടെ അവകാശങ്ങളെ കൈയടക്കാനുള്ള, അവരുടെ സ്വത്തുക്കളെ പിടിച്ചെടുക്കാനുള്ള യാതൊരു നിയമസാധുതയും കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അതിനകത്ത് മറ്റു മതക്കാർ കയറേണ്ട കാര്യമില്ലല്ലോ. ഒരു ബോർഡിനകത്ത് എല്ലാ മതക്കാരും വേണ്ടത് എപ്പോഴാ? ആ ബോർഡ് എല്ലാ മതക്കാരുടെ മേലും അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് എല്ലാവരുടെ പ്രതിനിധികളും വേണം. അല്ലാതെ ക്ഷേത്ര കമ്മിറ്റിക്ക് മറ്റു മതക്കാരുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ അവകാശമില്ലാതിരിക്കെ അങ്ങനെ എങ്ങാനും കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ സിവിൽ കോടതികളിലെല്ലാം നമുക്ക് സിവിലോ ക്രിമിനലോ ആയിട്ടോ നമുക്ക് ആക്ഷൻ എടുക്കാമെന്നിരിക്കെ അതിനകത്ത് ഇതര മതസ്ഥീകരണ കാര്യമില്ലല്ലോ. അയോധ്യ ബോർഡ് പോലെ ഇസ്ലാം മതസ്ഥരെ മാത്രമാക്കാം. അയോധ്യ ബോർഡിനുള്ള നിയമസാധുത മാത്രമേ വഖഫ് ബോർഡിന് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? ഇല്ല. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, ഇതാണ് ഉഡായിപ്പ് എന്ന് പറയുന്നത്. അയോധ്യ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം, ആ കമ്മിറ്റികളുടെ അവകാശാധികാരങ്ങളല്ല വഖഫിനുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കോ അയോധ്യ ക്ഷേത്ര കമ്മിറ്റിക്കോ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ സ്വത്ത് ആ ക്ഷേത്രത്തിന്റെ സ്വത്താണെന്ന് പറയാൻ അവകാശമില്ല. അങ്ങനെ പറഞ്ഞ നിയമസാധുതയില്ല. എന്നാൽ വഖഫ് ബോർഡ് അങ്ങനെയല്ല. അവര് പറഞ്ഞാൽ അതിന് നിയമസാധുതയുണ്ട്. ആ നിയമസാധുത കൊടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമായിട്ട് ഈ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇതര മതസ്ഥരുടെ മേല് അവകാശം ഉന്നയിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ എല്ലാ മതസ്ഥരും വേണം. അതൊരു സിമ്പിൾ ലോജിക്കാണ്. ഒരു ക്രിസ്ത്യാനിയുടെ മേൽ ഒരു ഹിന്ദുവിന്റെ മേൽ അവകാശം ഉന്നയിക്കാൻ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു കമ്മിറ്റിക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എവിടെയാണ് മതേതരത്വം? മുസ്ലിങ്ങളുടെ മേൽ മാത്രം തീരുമാനമെടുക്കുന്ന ഒരു കമ്മിറ്റിയാണെങ്കിൽ നിങ്ങളുടെ പള്ളിപ്പറമ്പിൽ ആരടക്കണമെന്ന് മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുക. അതിനകത്ത് ക്രിസ്ത്യാനി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിയിൽ ക്രിസ്ത്യാനി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ഹിന്ദുക്കൾ വേണമെന്ന് ആരും പറയുന്നില്ല. നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം മഹല്ല് കമ്മിറ്റി മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകം, ഞങ്ങൾക്കാർക്കും ബാധകമല്ല. പക്ഷേ ഞങ്ങളെ ബാധിക്കുന്നൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ, ഒരു ക്രൈസ്തവനെ ഹൈന്ദവനെ എല്ലാം ബാധിക്കുന്നൊരു തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെന്റ് ബോഡിയായിട്ടൊരു വഖഫ് ബോർഡിനെ ഇത് ചെയ്താൽ അതിനകത്ത് എല്ലാ മതക്കാരും വേണം. അതാണ് അതിന്റെ മതേതരത്വം. അല്ലെ പിന്നെ ഇസ്ലാമിന്റെ വസ്തുക്കൾ മാത്രമേ ഇവര് തൊടാൻ പാടുള്ളൂ, മറ്റു മതസ്ഥരുടെ വസ്തുക്കളുടെ മേൽ വഖഫ് ബോർഡിന് അവകാശം ഉന്നയിക്കാനുള്ള അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കട്ടെ, അങ്ങനെ നിയമം മാറ്റട്ടെ, എന്നിട്ട് പറ ഓക്കെ ഇതിനകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി. അപ്പോൾ വഖഫ് ബോർഡ് തീരുമാനമെടുക്കുന്നത് അന്യമതസ്ഥരുടെ കാര്യങ്ങൾ കൂടാണ്. അപ്പൊ അതിനകത്ത് അന്യമതസ്ഥരും വേണം. അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം കൂടിയിരുന്നേച്ചും ആ കേശവന്റെ സ്വത്ത് എന്ന് നമുക്ക് അങ്ങ് എടുത്തേക്കാടാ, ഇനി അവൻ കേസുമായിട്ട് നടക്കട്ടെ. ഇപ്പൊ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, ഒരു സിവിൽ കോടതി കേസ് കൊടുക്കുക, വേണുഗോപാലിന്റെ വീടിരിക്കുന്ന പറമ്പ് സെബാസ്റ്റ്യൻ മുന്നക്കലിന്റെ സ്വന്തമാണെന്ന് കേസ് കൊടുത്താൽ കേസ് കൊടുത്തതേ ഉള്ളൂ. അതിന്റെ അവകാശി അപ്പോഴും വേണുഗോപാലനെ. കോടതിയുടെ വിധി വരുന്നത് വരെ അതിന്റെ അവകാശി വേണുഗോപാൽ തന്നെയാണ്. കോടതി വിധി എങ്ങാനും അത് എനിക്ക് എഴുതി തന്നാൽ അന്ന് മാത്രമേ അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ കോടതി വിധി വരുമ്പോൾ മാത്രമേ അത് എന്റെ സ്വത്താവുകയുള്ളൂ. എന്നാൽ ഈ KC വേണുഗോപാലൊക്കെ ഉണ്ടാക്കി കൊടുത്ത വഖഫ് ബില്ല് പ്രകാരം സെബാസ്റ്റ്യൻ മുന്നക്കൽ വഖഫ് ബോർഡാണെങ്കിൽ KC വേണുഗോപാൽ ഇന്ന് നിന്റെ സ്ഥലം എന്റെ ആണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞാൽ അന്ന് മുതൽ അത് വഖഫിന്റെയാ. പിന്നെ കേസ് നടക്കണം കേസിന്. എന്നിട്ട് ആ ട്രിബ്യൂണൽ തള്ളിയാൽ മാത്രമേ അത് KCയുടെ ആവുള്ളൂ. പിന്നെ
എന്ത് അധീശത്വ നിയമമാണ് മുസ്ലിങ്ങള് ഈ കോൺഗ്രസ്സുകാരെ പ്രീണിപ്പിച്ച് ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ ഈ പറയുന്ന ലോജിക്ക് ഒരു ആപ്ലിക്കബിൾ അല്ല. അയോധ്യ ക്ഷേത്ര കമ്മിറ്റിക്കും നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിക്കുമുള്ള അവകാശാധികാരങ്ങളല്ല വഖഫിനുള്ളത്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിനകത്ത് എല്ലാ മതസ്ഥരുടെയും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവർ സ്വയം മുസ്ലിങ്ങളുടെ മേൽ മാത്രം അധീശത്വമുള്ള, മുസ്ലിങ്ങളുടെ മേൽ മാത്രമുള്ള ഒരു മുസ്ലിം മത ബോർഡായിട്ട് നിങ്ങൾ തീരുമാനിക്കുക. മറ്റ് മതക്കാരുടെ സ്വത്തും മേലോ ഒന്നും മേലോ അവകാശവാദം ഉന്നയിക്കാനുള്ള അവകാശമില്ല എന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുക. എന്നിട്ട് പറ ഞങ്ങളുടെ മതക്കാരുടെ കാര്യം തീരുമാനിക്കണത് മറ്റു മതക്കാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ വഖഫ് ബോർഡ് മറ്റുള്ള മതക്കാരുടെ സ്വത്തുമേൽ, പൊതു സ്വത്തുമേൽ, ബാംഗ്ലൂർ ഈദ്ഗാഹ് മൈതാനത്തുമേൽ, തിരുചെന്തുറ എന്ന് പറയുന്ന ഗ്രാമത്തുമേൽ, മുനമ്പത്തെ മെജോറിറ്റി വരുന്ന ക്രൈസ്തവരുടെ സ്വത്തുമേൽ, ചെല്ലാനത്തെ ക്രൈസ്തവരുടെ ഹിന്ദുക്കളുടെ സ്വത്തുമേൽ, ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ചെല്ലാനം പഞ്ചായത്ത് സ്വത്തുമേലും ഒക്കെ ഇവർ അവകാശവാദം ഉന്നയിച്ചാൽ അത് തീരുമാനമാക്കുന്നതിന് കോയകൾ മാത്രം ഇരുന്ന് ഞാനും അപ്പനും സുഭദ്രയും കൂടെ അങ്ങ് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതിന് മുസ്ലിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ല ഇന്ത്യ. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ ഭാഷയെ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ല ഇന്ത്യ.